പ്രിയപ്പെട്ട കൂട്ടരെ, ഏവർക്കും നൈസ് തങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 5ാം ക്ലാസ് കൂട്ടുകാരുടെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനവുമായിട്ടാണ്. സമയത്തും കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. കൂട്ടുകാർക്കറിയാം, ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആ ടൈമിലെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നോക്കൂ, ആദ്യത്തെ പ്രവർത്തനം ഗതിവിധി 1. സൂചന ഖണ്ഡ് പഠേം ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. ഖണിക വായിക്കുക, ചുവടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കൂ, बुआ के घर में पेड़ था. पेड़ पर गिलहरी, चिड़िया, बंदर आदि रहते थे. पेड़ पर गिलहरी देखकर मीनू ने कहा, बुआ आपने गिलहरी कहाँ से खरीदी? मैं भी लूँगा, उसे पालूँगा. നോക്കൂ കൂട്ടരെ, ബുവാക്കെ ഘർ മേ പേട് ഥാ. അമ്മായിയുടെ, ബുവ അറിയാലോ, അമ്മായിയുടെ വീട്ടിൽ ഒരു വൃക്ഷമുണ്ടായിരുന്നു. പേഡ് പർ വൃക്ഷത്തിൽ, ഗിൽഹരി സ്ക്യൂറൽ അണ്ണാൻ, ചുടിയ ബേർഡ് പക്ഷി, ബന്ദർ മങ്കി വാനരൻ കുരങ്ങൻ അല്ലേ, ആദി രത്തേധേ അണ്ണാനും പക്ഷിയും കുരങ്ങുമൊക്കെ താമസിച്ചിരുന്നു. പേഡ് പർ ഗിൽഹരി ദേക്കർ മീനുനെ കഹ. മരത്തിൽ ഗിൽഹരിയെ കണ്ടിട്ട്, അണ്ണാനെ കണ്ടിട്ട് മീനു പറഞ്ഞു, ബുവാ അമ്മായി, ആപ്നെ ഗിൽഹരി കഹാം സേ ഖരീദി. അമ്മായി, ഈ അണ്ണാൻ കുഞ്ഞിനെ എവിടെ നിന്നാണ് വാങ്ങിയത്? മേം ഫീലൂങ്ക, എന്താ ഞാനും വാങ്ങും അല്ലേ. ഉസേ പാലൂങ്ക, അതിനെ ഞാനും എന്ത് ചെയ്യും? പരിപാലിക്കും, നോക്കും. ക്ലിയർ? ഇനി ചൂടുള്ള ചോദ്യങ്ങൾ നോക്കൂ. കിസ്കെ ഘർ മേം പേഡ് ഥാ. ആരുടെ വീട്ടിലാണ് പേട് വൃക്ഷം ഉള്ളത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ദാദി കെ ഘർ മേം, മാമാ കെ ഘർ മേം, ബുവാ കെ ഘർ മേം, ഭായി കെ ഘർ മേം. ദാദി ഗ്രാൻഡ്മയുടെ വീട്ടിൽ, മാമ അങ്കിളിൻ്റെ വീട്ടിൽ, ബുവ ആൻറ്റിയുടെ വീട്ടിൽ, ഭായി കെ ഘർ, ഭായി മീൻസ് ബ്രദറിൻ്റെ വീട്ടിൽ. ആരുടെ വീട്ടിലാണ് വൃക്ഷമുള്ളതായി നമ്മൾ പഠിച്ചത്? ബുവാ കെ ഘർ മേം. ഓപ്ഷൻ ഇ ആണ് ആൻസർ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഗിൽഹരി കഹാം രഹതാ ഥാ. ഗിൽഹരി സ്ക്യൂറൽ എവിടെയാണ് താമസിക്കുന്നത്? ഓപ്ഷൻസ് പേഡ് പർ, പഹാഡ് പർ, താലാബ് മേം, നദി മേം. പേഡ് പർ വൃക്ഷത്തിൽ, പഹാഡ് പർ കുന്നിൽ, താലാബ് മേം കുളത്തിൽ, നദി മേം നദിയിൽ. ഗിൽഹരി എവിടെയാണ് താമസിക്കുന്നത്? പേഡ് പർ വൃക്ഷത്തിൽ അല്ലേ, പേഡ് പർ. മൂന്നാമത്തെ ചോദ്യം, ബുവാക്കെ ഘർ മേം ക്യാ ഥാ. ബുവായുടെ വീട്ടിൽ എന്താണുള്ളത്? താലാബ്, പഹാഡ്, പേഡ്, നദി. താലാബ് കുളം, പഹാഡ് പർവ്വതം അല്ലെങ്കിൽ കുന്ന്, പേഡ് വൃക്ഷം, നദി. ബുവയുടെ വീട്ടിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഇ, പേഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പേഡ് പർ ഗിൽഹരി കോ ദേഖ്കർ കിസ്നെ കഹ. മരത്തിൽ ഗിൽഹരിയെ കണ്ടിട്ട് ആരാണ് പറഞ്ഞത്? ആരോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറഞ്ഞത്? ഓപ്ഷൻസ് മീനു, മാളു, മിന്നു, ബുവ. ആരാ പറഞ്ഞത്? മീനു. ഓപ്ഷൻ ആ, മീനു. ഓക്കെ, ആദ്യത്തെ പ്രവർത്തനത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പേഡ് പർ കോൺ കോൺ ധേ. പേഡ് പർ കോൺ കോൺ ധേ. വൃക്ഷത്തിൽ ആരെല്ലാമാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ് നോക്കിക്കോളൂ. ഗിൽഹരി, ജിറാഫ്, ചിടിയ. സെക്കൻഡ് ഓപ്ഷൻ ചിടിയ, ഹാത്തി, ഷേർ. തേർഡ് ഓപ്ഷൻ ഗിൽഹരി, ചിടിയ, ബന്ദർ. ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ. ബന്ദർ, ഖർഗോഷ്, ചിടിയ. ആൻസർ ഏതാ? ഓപ്ഷൻ ഇ, മൂന്നാമത്തെ ഓപ്ഷൻ ആണല്ലേ, ഗിൽഹരി, ചിടിയ, ബന്ദർ. ഓക്കെ, ക്ലിയർ ആണല്ലോ കൂട്ടർക്ക്? അപ്പോൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാമല്ലോ. ഇത് ഡൗട്ടൊന്നുമില്ലല്ലോ. ഗതിവിധി 2. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. സൂചന ചിത്ര ദേഖേം ഓർ വാക്യ ബനായേം. ചിത്രം നോക്കിയിട്ട് വാക്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിത്രം നോക്കൂ. പേഡ് കെ ഊപ്പർ, പേഡ് കെ നീച്ചെ. വൃക്ഷത്തിന് മുകളിൽ ആരൊക്കെയാണുള്ളത്, വൃക്ഷത്തിന് താഴെ ആരൊക്കെയാണുള്ളത്, അങ്ങനെ എഴുതണം. പേഡ് കെ ഊപ്പർ ബഗുല ഹെ. ബഗുല മീൻസ് ക്രെയിൻ, കൊക്ക്. പിന്നെ വൃക്ഷത്തിന് മുകളിൽ എന്തുണ്ട്? തത്തയുണ്ട് അല്ലേ, തോത്ത. വാനറുണ്ട്, വാനറെന്നോ ബന്ദറെന്നോ എഴുതാം. പിന്നെയോ ഗിൽഹരി ഉണ്ട്, അണ്ണാനുണ്ട്. ഓക്കെ,
എന്നാൽ പേട്കെ നീച്ചയോ, മരത്തിന് താഴെയോ? ഹാത്തി നിൽപ്പുണ്ട്, ആനയുണ്ട്. ഗായ് പശുവുണ്ട്. ഒരു ഡോങ്കി നിൽപ്പുണ്ടല്ലേ. ഗധ ഗധ. ജിറാഫ് ജിറാഫുണ്ട്. അപ്പോൾ സെൻറ്റൻസ് ആയിട്ട് എങ്ങനെ എഴുതാം? पेड़ के ऊपर बगुला है, पेड़ के ऊपर तोता है, पेड़ के ऊपर गिलहरी है, पेड़ के ऊपर बंदर है, पेड़ के नीचे गाय है, पेड़ के नीचे हाथी है, पेड़ के नीचे जिराफ है, पेड़ के नीचे गधा है. ക്ലിയർ ആണല്ലോ. മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. ഗതിവിധി 3. സൂചന ദോ സന്ദരേ കഹാനി സെ സംബന്ധിത് ഹെ. ദോ സന്ദരേ എന്ന് പറയുന്ന ഒരു കഥയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ക്വസ്റ്റ്യനാണ്. ചിത്രം കെ അനുസാർ വാക്യം കോ ക്രമബന്ധ് കരേം. ചിത്രം നോക്കിയിട്ട് വാക്യത്തെ ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സെൻറ്റൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഭാലുവിനെ സന്ദരേക്കോ ഫേങ്ക് ദിയ. ഭാലു സന്ദരയെ പിടിച്ചു. ദോനോം സന്ദരെ ഖൂബ് ഹംസെ. 2 ഓറഞ്ചുകളും ദേദു ഖൂബ് ഹംസെ ധാരാളം ഒരുപാട് ചിരിച്ചു. ദോ സന്ദരെ ഘൂംനെ നിക്കലേ. ദോ സന്ദരെ ഘൂംനെ നിക്കലേ. 2 ഓറഞ്ചുകളും കൂടി എന്തിനാരംഭിച്ചു? യാത്ര പുറപ്പെട്ടു, ചുറ്റിക്കറങ്ങാൻ തിരിച്ചു. സന്ദരേക്കെ രസസേ ആംഖേമേം ജലൻ ഹുയി. ഓറഞ്ച് നീര് കാരണം കണ്ണ് നീറാൻ തുടങ്ങി. നോക്കൂ, ആദ്യത്തെ പിക്ചർ എന്താണ്? ദോ സന്ദരെ ഘൂംനെ നിക്കലേ. 2 ഓറഞ്ചുകൾ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. രണ്ടാമത്തെ പിക്ചറോ? സന്ദരേക്കെ രസസേ ആംഖോമേം ജലൻ ഹുയി. ആ ഓറഞ്ചിലിങ്ങനെ അമർത്തുന്ന സമയത്ത് അതിൽ നിന്ന് ഓറഞ്ച് നീര് പുറത്തേക്ക് വരുന്നത് കണ്ടോ? അടുത്തതോ ഓറഞ്ചിനെ ഉപേക്ഷിച്ചു അല്ലേ. അപ്പോൾ ഏതാ? ഫാലുവിനെ സന്ദരേക്കോ ഫേങ്ക് ദിയ. ഫാലുവിനെ സന്ദരേക്കോ ഫേങ്ക് ദിയ. ഫാലു എന്ത് ചെയ്തു? സന്ദരയെ, ആ ഓറഞ്ചിനെ ഉപേക്ഷിച്ചു. ദോനോം സന്ദരെ ഖൂബ് ഹംസെ. 2 ഓറഞ്ചും കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? ചിരിക്കാൻ തുടങ്ങി. നാലാമത്തെ പ്രവർത്തനം നോക്കൂ കൂട്ടരെ. ഗതിവിധി 4. സൂചന ജൽ സംരക്ഷൺ കെ ബാരെ എക് പോസ്റ്റർ തയ്യാർ കരേം. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പാനി കി ബചത് ആജ് കി ജറൂരത്. പാനി കി ബചത് ജലസംരക്ഷണം, ആജ് കി ജറൂരത് ഇന്നിൻ്റെ ആവശ്യകത. ഇന്ന് ജലത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ആവശ്യകതയാണ്, ഇന്നിൻ്റെ ആവശ്യകതയാണ് നാം ജലത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അല്ലേ. ജലമൂല്യേ അങ്ങനെ എഴുതാം, ജലം അമൂല്യമാണ് എന്നൊക്കെയുള്ള പോസ്റ്റർ തയ്യാറാക്കാം. പോസ്റ്റർ തയ്യാറാക്കാൻ കൂട്ടുകാർക്ക് അറിയാലോ, ഭംഗിയായിട്ടൊരു ബാനറൊക്കെ വരച്ച് ഭംഗിയായിട്ട് ചിത്രം വരച്ച് പിന്നെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ഉൾപ്പെടുത്തിയായിരിക്കണം പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ക്ലിയർ. ഗതിവിധി 5. അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ. സൂചന ചിത്ര ദേഖേം വാക്യ പഠേം. ചിത്രം നോക്കുക, സെൻറ്റൻസും വായിക്കുക. ഓർ എന്നിട്ട് ദൂസര ചിത്ര ദേഖർ വാക്യ ബനായേം. രണ്ടാമത്തെ ചിത്രം കണ്ട് അതിൽ വാക്യം എഴുതുക. ഓക്കെ, അപ്പോൾ ചിത്രം നോക്കിക്കോളൂ. ചിത്രം നോക്കൂ. വറ്റി വരണ്ട് കിടക്കുന്ന ഒരു കുളവും ഉണങ്ങി നിൽക്കുന്ന വൃക്ഷവും ഒക്കെയാണല്ലേ. അവിടെ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. താലാബ് മേം പാനി നഹീം ഹെ. താലാബിലെ കുളത്തിൽ ജലമില്ല. പേഡ് പർ പത്തേ നഹീം ഹെ. വൃക്ഷത്തിൽ ഇലകളൊന്നും തന്നെ ഇല്ല. പൗധേ പർ ഫൂൽ നഹീ ഹെ. ചെടിയിൽ പൂക്കൾ ഇല്ല. താലാബ് മേം മച്ഛലി ഓർ മേണ്ഡക് നഹീ ഹൈ. താലാബിൽ കുളത്തിൽ മച്ഛലിയോ ഫിഷോ മീനോ മേണ്ടക്കോ ഫ്രോഗോ ഇല്ല, തവളയോ ഇല്ല. പിന്നെ രണ്ടാമത്തെ ചിത്രം നോക്കൂ. മുകളിൽ കണ്ട ചിത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലേ ഈ ചിത്രം. അപ്പോൾ മുകളിൽ എന്തൊക്കെയായിരുന്നോ ഇല്ലാതിരുന്നത് അതെല്ലാം ഇവിടെ ഉണ്ട്. നഹീം എന്ന വേർഡ് മാറ്റിയിട്ട് എഴുതിയാൽ മാത്രം മതി. നോക്കൂ എങ്ങനെ എഴുതാം. നോക്കൂ, പേഡ് പർ പത്തേ ഹൈം. മരത്തിൽ ഇലകളുണ്ട്. പൗധേ പർ ഫൂൽ ഹൈം. ചെടികളിൽ പൂക്കളുണ്ട്. താലാബ് മേ മച്ഛലി ഓർ മേണ്ടക് ഹൈം. താലാബ് കുളത്തിൽ, മച്ഛലി മത്സ്യവും മേണ്ടക് തവളയും ഉണ്ട് അല്ലേ. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ.